ഗണിതശാസ്ത്രം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ മക്കളെ? സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർഫസ് എനർജി എന്താണെന്ന് പഠിച്ചു അല്ലേ? അതിന് മുമ്പത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? സർഫസ് ടെൻഷൻ ആയിരുന്നു പഠിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സർഫസ് ടെൻഷനും സർഫസ് എനർജിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ മക്കളെ? സോ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഓക്കേടാ? സോ ഒന്നാമത്തെ പ്രോബ്ലം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. Calculate the work done in blowing a soap bubble from a radius of 2 cm to 3 cm. The surface tension of the soap solution is 30 dyne per centimeter. Okay മക്കളെ? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഭവം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം തന്നെ ഒരു പറയുന്നുണ്ട്, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തിനു വേണ്ടിയുള്ള വർക്ക് ഡൺ ആണ്? ഇൻ ബ്ലോയിങ് എ സോപ്പ് ബബിൾ ഫ്രം എ റേഡിയസ് ഓഫ് 2 cm to 3 cm. അതായത് നമ്മുടെ കയ്യിൽ ഒരു സോപ്പ് ബബിൾ ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു സോപ്പ് ബബിൾ. ആ സോപ്പ് ബബിളിന്റെ റേഡിയസ് എന്താണെന്നിരിക്കട്ടെ? 2 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ഈ 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സോപ്പ് ബബിളിനെ നമുക്ക് 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സോപ്പ് ബബിൾ 3 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു സോപ്പ് ബബിൾ ആക്കണം. ഓക്കെ മക്കളെ? അപ്പോ ഈ 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സോപ്പ് ബബിളിൽ നിന്നും ഈ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സോപ്പ് ബബിളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ചെയ്യുന്ന വർക്ക് എന്താണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ മക്കളെ? സോ നോക്ക്, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ ബ്ലോയിങ് എ സോപ്പ് ബബിൾ ഫ്രം എ റേഡിയസ് ഓഫ് 2 cm to 3 cm. 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സോപ്പ് ബബിളിൽ നിന്നും 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സോപ്പ് ബബിളിലേക്ക് നമ്മുടെ ആ ബബിളിന്റെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ചെയ്യുന്ന വർക്കാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അവര്? The surface tension of the soap solution is 30 dyne per centimeter അല്ലെങ്കിൽ dyne centimeter inverse. ഓക്കെ മക്കളെ? അപ്പോൾ ഇവിടെ നമ്മൾ സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്താ പഠിച്ചിട്ടുള്ളത്? നമുക്കറിയാം സർഫസ് ടെൻഷന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് SI യൂണിറ്റ് ആണ്. CGS ആവുമ്പോഴോ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡിലാണ് നമ്മൾ യൂണിറ്റ് പറയുന്നെങ്കിലോ ന്യൂട്ടൺ പകരം നമ്മൾ എന്ത് പറയും? നമ്മൾ ഡൈൻ എന്ന് പറയും. പറഞ്ഞ മനസ്സിലായോ? ഡൈൻ പെർ മീറ്ററിന് പകരം നമ്മൾ എന്ത് പറയും? സെന്റിമീറ്റർ എന്ന് പറയും. ഓക്കെ മക്കളെ? അപ്പോ ന്യൂട്ടന്റെ CGS യൂണിറ്റ്, ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അത് CGSലേക്ക് ആവുമ്പോ എന്താവും? ഡൈൻ ആകും. ലെങ്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. അത് CGSലേക്ക് ആയപ്പോ എന്തായി? സെന്റിമീറ്റർ ആയി. അപ്പൊ നമുക്ക് സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്. എത്രയാണ് മക്കളെ? 30 ഡൈൻ പെർ സെന്റിമീറ്റർ അല്ലെങ്കിൽ 30 ഡൈൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ അതൊരു CGS സിസ്റ്റം ആണ്. സെന്റിമീറ്റർ ഗ്രാം സിസ്റ്റത്തിലാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? സർഫസ് ടെൻഷന്റെ വാല്യൂ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. അവിടെ ഈ സർഫസ് ടെൻഷൻ സർഫസ് എനർജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് ഡൺ എന്തെങ്കിലും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്തായിരുന്നു? സർഫസ് എനർജിയുടെ ഒരു ഇക്വേഷൻ വേണം, നമുക്കൊരു ഡെഫിനേഷൻ ഉണ്ടാക്കാൻ. നമ്മൾ രണ്ടാമതായിട്ട് സർഫസ് എനർജിക്ക് ഒരു ഡെഫിനേഷൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഒരു സർഫസ്, ഒരു ലിക്വിഡ് സർഫസിന്റെ ഏരിയ, യൂണിറ്റ് ഏരിയ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെ നമുക്ക് എന്തെന്ന് പറയാം? ആ ലിക്വിഡ് സർഫസിന്റെ സർഫസ് എനർജി എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആണോ മക്കളെ? അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സർഫസ് എനർജി ഈസ് ഈക്വൽ ടു, സർഫസ് എനർജി ആണ് ഞാൻ SE എഴുതുന്നത്. സോ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ W ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ, ഇത് ഞാൻ ആരോ മുകളിലേക്ക് കൊടുക്കുന്ന ഇൻക്രീസ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സോ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എന്താണ്? ഇക്വേഷൻ ആണ്. സർഫസ് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ഓക്കെ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വർക്ക് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ ഒരു വർക്ക് വന്നില്ലേ? അപ്പൊ ഈ ഇക്വേഷനകത്ത് നിങ്ങൾ വർക്കിന്റെ ഇക്വേഷൻ പറഞ്ഞേ. സോ വർക്ക് ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം? വർക്ക് ഈസ് ഈക്വൽ ടു സർഫസ് എനർജി. വർക്ക് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇവിടെ ഡിവൈഡ് ചെയ്യല്ലേ? സമത്തിന് ഇപ്പുറത്ത് വരുമ്പോ എന്താകും? ഇവിടെ ഹരിക്കുന്ന ഒരാള് സമത്തിന് ഇപ്പുറത്ത് വരുമ്പോ എന്താവും? അത് ഗുണനമാവും അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ ഇൻറ്റു നമുക്ക് എന്ത് പറയാം? ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറയാം. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം? സർഫസ് എനർജി ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. സർഫസ് എനർജി ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ബബിളുകളുടെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് സർഫസ് എനർജി തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് എന്തായിരുന്നു? റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. അവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്തിന് ന്യൂമറിക്കലി ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു.
സർഫസ് എനർജിക്ക് ന്യൂമറിക്കലി ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഇവിടെ ഒരു സർഫസ് എനർജി ടേം വന്നു, നമുക്ക് വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വർക്ക് ഈസ് ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇത്. അപ്പൊ സർഫസ് എനർജി ആണെങ്കിലും സർഫസ് ടെൻഷൻ ആണെങ്കിലും അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്തായിട്ട് വരും? സെയിം ആയിട്ട് വരും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ന്യൂമറിക്കലി ഈക്വൽ എന്ന് വെച്ചാൽ എന്താ? നമ്പേഴ്സ് സെയിം ആയിട്ട് വരും, യൂണിറ്റ് ഡിഫറെന്റ് ആവും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ സർഫസ് ടെൻഷൻ, സർഫസ് എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സർഫസ് ടെൻഷൻ ന്യൂമറിക്കലി ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ സർഫസ് എനർജിയുടെ ടേമിന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? നമുക്കുള്ള സർഫസ് ടെൻഷൻ ടേം കൊടുക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇവിടെ സർഫസ് എനർജിക്ക് പകരം നമുക്ക് സർഫസ് ടെൻഷൻ കൊടുക്കാം. ഞാൻ സർഫസ് ടെൻഷൻ സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാണ്. സോ സർഫസ് എനർജിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു കുഞ്ഞുങ്ങളെ? സർഫസ് ടെൻഷൻ എന്ന് കൊടുക്കുന്നു. ഇൻറ്റു increase in surface area into increase in surface area. So work. So ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രോബ്ലം വരുമ്പോഴും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആവശ്യമായിട്ട് വരും. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്? സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കി വെക്കണം മക്കളെ, ഓർത്തിരിക്കുമല്ലോടാ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സിഗ്മ സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഓക്കെ മക്കളെ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പോ ഇതിനകത്ത് നമുക്ക് എന്താണ് സിഗ്മാന്റെ വാല്യൂ ഒരു ക്വസ്റ്റിൽ പറയുന്നുണ്ട് 30. ഇനി ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ കയ്യിൽ ഒരു ബബിൾ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? ഇത് ചെറിയ ബബിൾ ആണ്, ഇത് വലിയ ബബിൾ ആണ്. അപ്പൊ ഇവിടെ ഏരിയ കൂടുതലാണ്, ഇവിടെ ഏരിയ കുറവാണ്. അപ്പൊ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നാമത്തെ ആളുടെ ഏരിയ A1 ആണെന്നിരിക്കട്ടെ. സ്പിയറിന്റെ കേസ് ഏരിയയുടെ വാല്യൂ എന്താണ്? 4πr² ആണ്. ആ റേഡിയസ് ഉള്ള ഒരു സ്പിയറിന്റെ ഏരിയ എന്താണ്? 4πr² ആണ്. അപ്പൊ ഒന്നാമത്തെ ആളുടെ ഏരിയ A1 ആണെന്നിരിക്കട്ടെ. രണ്ടാമത്തെ ആളുടെ ഏരിയ എന്താണെന്നിരിക്കട്ടെ? A2 ആണെന്നിരിക്കട്ടെ. നമുക്കറിയാം എന്താണ് ഇവിടെ വലിയ ബബിൾ ഇതല്ലേ, രണ്ടാമത്തെ ബബിൾ അല്ലേ വലുത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? A2 എന്ന് പറയുന്നത് എന്താണ്? A1നേക്കാൾ വലുതാണ്. A2 ഈസ് ഗ്രേറ്റർ ദാൻ A1 എന്ന് നമുക്ക് പറയാം. ആണോ മക്കളെ? അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഇൻക്രീസ് ഇൻ ഏരിയ നിങ്ങൾ ഒന്ന് പറഞ്ഞേ. യെസ്, ഇൻക്രീസ് ഇൻ ഏരിയ. ഇൻക്രീസ് ഇൻ ഏരിയ, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ആണ്. ഇൻക്രീസ് ഇൻ ഏരിയ ദാറ്റ്സ് ഈക്വൽ നമുക്ക് എന്ത് പറയാം? വലിയ ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുക? ചെറിയ ഏരിയ കുറയ്ക്കുക. സോ ഇൻക്രീസ് ഇൻ ഏരിയ ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം മക്കളെ? A2 മൈനസ് A1 എന്ന് പറയാം. സോ ഒന്നാമത്തെ കേസിൽ അയാളുടെ റേഡിയസ് എന്താണെന്നിരിക്കട്ടെ? R1 ആണെന്നിരിക്കട്ടെ. രണ്ടാമത്തെ കേസിൽ അയാളുടെ റേഡിയസ് എന്താണെന്നിരിക്കട്ടെ? R2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് മനസ്സിലായല്ലോ. വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. സിഗ്മയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏരിയ ഡയറക്റ്റ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഡയറക്റ്റ് തന്നിട്ടില്ല. ചെറിയ ബബിളിന്റെ ഏരിയ നമ്മൾ ഇനി കണ്ടുപിടിക്കണം, വലിയ ബബിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. വലിയ ബബിളിന്റെ ഏരിയയിൽ നിന്നും ചെറിയ ബബിളിന്റെ ഏരിയ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ മക്കളെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് ബോർഡ് വായിക്കുക. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എഴുതി മക്കളെ. എഴുതിയല്ലോ? ഓക്കെ. സോ നമുക്ക് ആദ്യം ഇൻക്രീസ് ഇൻ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ മക്കളെ, സോ ഇൻക്രീസ് ഇൻ ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? A2 മൈനസ് A1 അല്ലേ. A2 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ചെറിയ ബബിൾ ഉണ്ടായിരുന്നു, ഒരു വലിയ ബബിൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ആളുടെ റേഡിയസ് R1, രണ്ടാമത്തെ ആളുടെ റേഡിയസ് എന്താണ്? രണ്ടാമത്തെ ആളുടെ റേഡിയസ് R2 ആണ്. അങ്ങനെയാണെങ്കിൽ A2 ഒന്നാമത്തെ ആളുടെ റേഡിയസ് മക്കളെ ഏരിയ പറഞ്ഞേ. ഒന്നാമത്തെ ആൾ A2 എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടാമത്തെ ആളുടെ ഏരിയ പറഞ്ഞ മക്കളെ റേഡിയസ് R2 ആണ് അല്ലേ. അപ്പൊ അയാളുടെ ഏരിയ എന്താണ്? 4πr². 4πr² അല്ലേ. പാറിന് പകരം R2². ഒന്നാമത്തെ ആളുടെ ഏരിയ പറഞ്ഞേ. അവിടെ റേഡിയസ് എന്താണ്? R1 അല്ലേ. അപ്പൊ 4π നമുക്ക് എന്ത് പറയാം? R1² എന്ന് പറയാം. ആണോ മക്കളെ? അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു A2 മൈനസ് A1 ദാറ്റ്സ് ഈക്വൽ ടു വലിയ ഏരിയ 4πr² മൈനസ് 4πr1² എന്ന് കിട്ടി. 4πr2² മൈനസ് 4πr1² ദാറ്റ്സ് ഈക്വൽ ടു മക്കളെ ഇവിടെ ഈ രണ്ട് ടേമുകൾ നമ്മൾ കുറയ്ക്കുകയല്ലേ. ഈ രണ്ട് ടേമിനകത്തും 4π ഇല്ലേ. ഇപ്പൊ ഞാൻ ആ 4π കോമൺ എടുക്കട്ടെ. സോ 4π കോമൺ എടുത്തു. ഇവിടുന്ന് 4π അങ്ങ് പുറത്തോട്ട് എടുത്തു. ഇവിടുന്ന് 4π പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? R2. സോ R2 അല്ല R2² അല്ലേ.
ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട് അല്ലേ? ഇവിടുന്ന് 4π പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉണ്ട് R1. സോ R1 സ്ക്വയർ. ക്ലിയർ മക്കളെ? അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. 4π into R2 സ്ക്വയർ 4π R2 സ്ക്വയർ മൈനസ് 4π into R1 സ്ക്വയർ 4π R1 സ്ക്വയർ. ഇത് തന്നെ കിട്ടൂലേ? ഓക്കെ മക്കളെ, അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു 4π into R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ നമുക്ക് കിട്ടി. ആണല്ലോ മക്കളെ? ഇനി R2ന്റെയും R1ന്റെയും വാല്യൂ പറ മക്കളെ. നമ്മൾ 2 സെന്റിമീറ്ററിൽ നിന്ന് 3 സെന്റിമീറ്ററിലേക്കല്ലേ പോകുന്നത്. അപ്പൊ R1ന്റെ വാല്യൂ എത്രയാണ്? R1 ഈക്വൽ ടു 2 സെന്റിമീറ്റർ. R2 എത്രയാണ്? R2 ഈസ് ഈക്വൽ ടു ആണ് 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ R2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? 3 സെന്റിമീറ്റർ തന്നെ കൊടുക്കാം. സാധാരണ കേസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന്. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമുക്ക് സർഫസ് ടെൻഷൻ എവിടെയാണ് തന്നിരിക്കുന്നത്? CGS സിസ്റ്റത്തിലാണ്. റേഡിയസുകളും CGSലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വർക്കും എന്തിൽ തന്നെ കണ്ടുപിടിക്കാം? CGS സിസ്റ്റത്തിൽ തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ മക്കളെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ R2 സെന്റിമീറ്റർ തന്നെ എടുക്കുകയാണ്. ഓക്കെ മക്കളെ? മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? സർഫസ് ടെൻഷൻ നമ്മൾ CGS സിസ്റ്റത്തിൽ എടുത്തു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റേഡിയസ് നമ്മൾ സെന്റിമീറ്ററിൽ തന്നെ എടുക്കുകയാണ്. ഓക്കെ മക്കളെ? സോ 4π into R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 4π into R2ന്റെ വാല്യൂ എന്താണ്? R2ന്റെ വാല്യൂ 3 അല്ലേ? സോ 3ന്റെ സ്ക്വയർ മൈനസ് R1ന്റെ വാല്യൂ എത്രയാണ്? 2 അല്ലേ? സോ 2ന്റെ സ്ക്വയർ. സോ ദാറ്റ്സ് ഈക്വൽ ടു മക്കളെ നമുക്ക് എന്ത് കിട്ടൂടാ? 4π into 3ന്റെ സ്ക്വയർ 9 അല്ലേ? മൈനസ് 2ന്റെ സ്ക്വയർ 4 അല്ലേ? സോ 4π into 9 മൈനസ് 4 എന്ന് കിട്ടി. ആണോ മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു 9 മൈനസ് 4 എന്ത് വരും? ഇങ്ങോട്ട് മാറ്റി എഴുതാണ് മക്കളെ. സോ 9 മൈനസ് 4 എന്ത് വരും? 5 വരും അല്ലേ? സോ 4π into 9 മൈനസ് 4 5 ദാറ്റ്സ് ഈക്വൽ ടു 20π എന്ന് കിട്ടി. യൂണിറ്റ് പറയും. ഏരിയ അല്ലേ? ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ നമ്മൾ സെന്റിമീറ്റർ അല്ലേ ചെയ്തു വന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? അത്രയും സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. 20π അത്രയും സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ മക്കളെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇൻക്രീസ് ഇൻ ഏരിയ കിട്ടിയല്ലോ. 20π ഇത്രയും എഴുതിയോ മക്കളെ? ഇൻക്രീസ് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു 4π R2 സ്ക്വയർ മൈനസ് 4π R1 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 20π സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ മക്കളെ? എഴുതിയോടാ? ഓക്കെ. ഇനി നമുക്ക് വർക്ക് ഡൺ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ വർക്ക് ഡൺ W is equal to നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? W is equal to സിഗ്മ into increase in area increase in surface area that's equal to സിഗ്മന്റെ വാല്യൂ ഉണ്ടല്ലോ എത്രയാണ്? 30 into increase in area എത്രയാണ് മക്കളെ? 20π. സോ 20π. ഓക്കെ മക്കളെ? സോ that's equal to നമുക്ക് എന്ത് കിട്ടും? 30 into 3 into 2 6 2 0 അല്ലേ? സോ 60π എന്ന് കിട്ടി. സോറി 600π എന്ന് കിട്ടി അല്ലേ? 600π. ഓക്കെ മക്കളെ? വേണമെങ്കിൽ നമുക്ക് പൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ആണ്. സോ പൈയുടെ വാല്യൂ 3.14 ആണ്. ഞാനിപ്പോ പോയിന്റ് എടുക്കുന്നില്ല. 3.14 into 6 ചെയ്യാം. എത്ര കിട്ടും? 3 18 4 24 ശിഷ്ടം 2 1 6 2 8 3 18 അല്ലേ? ആണല്ലോ മക്കളെ? 600 2 0 അല്ലേ? സോ 2 0 കൊടുത്തു. 3.14 അല്ലേ? എത്ര സ്ഥാനം പുറകോട്ട് വേണം? 2 സ്ഥാനം പുറകോട്ട് വേണം. നമുക്ക് എന്ത് കിട്ടി? 1884 എന്ന് കിട്ടി അല്ലേ? സോ 1884. ഓക്കെ മക്കളെ? സോ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ മക്കളെ നമ്മൾ ഒരു കാര്യം പറയാൻ, ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മൾ ഈ പ്രോബ്ലത്തിൽ വരുത്തിയിട്ടുണ്ട്. സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇൻക്രീസ് ഇൻ ഏരിയ ഒക്കെ കണ്ടുപിടിച്ചു. പക്ഷെ ഇതിനകത്ത് ചെറിയൊരു കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ, ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു മറക്കണമെന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ വിട്ടുപോയി. എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? നമ്മളിവിടെ എന്താണ് ഒരു ബബിളിന്റെ കേസല്ലേ പറയുന്നത്. ഒരു എയർ ബബിൾ എടുത്തു കഴിഞ്ഞാൽ മക്കളെ, ഒരു എയർ ബബിൾ എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്? ആ എയർ ബബിളിന് എത്ര സർഫസുകളുണ്ട്? 2 സർഫസുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ലിക്വിഡ് ഫിലിമിന്റെ കേസ് പറഞ്ഞിരുന്നു. ഒരു ലിക്വിഡ് ഫിലിം എടുത്തു കഴിഞ്ഞാൽ അതിന് 2 സർഫസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നമ്മളിവിടെ എയർ ബബിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് എയർ അല്ലേ? ഇതിന്റെ പുറത്ത് എയർ ആണ്. അപ്പൊ ഈ പുറത്തെ സർഫസ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അതേപോലെ ഇയാളുടെ അകത്ത് എന്ത് തന്നെയാണ്? എയർ തന്നെയാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അവിടെ 2 സർഫസുകൾ വരുന്നില്ലേ ഒരു എയർ ബബിളിന്റെ കേസിൽ? പറഞ്ഞ മനസ്സിലായോ മക്കളെ? കാരണം ഒരു ബബിൾ, നിങ്ങൾ ഒരു എയർ ബബിൾ ആലോചിച്ച് നോക്കി, അതിന്റെ പുറത്ത് എയർ ആണ്, അകത്ത് എയർ ആണ്. അപ്പോ പുറത്തെ സർഫസ് എയറായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്, അകത്തെ സർഫസ് എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. സോ there are 2 സർഫസസ്. ആണോ മക്കളെ? ആണല്ലോടാ? അങ്ങനെ ആണെങ്കിൽ ഇവിടെ
രണ്ട് സർഫസ് അല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇൻക്രീസ് ഇൻ ഏരിയ നമുക്ക് എത്രയായിരുന്നു കിട്ടിയ 4π into r2 square minus r1 square എന്നല്ലേ കിട്ടിയത്. 4π r2 square minus r1 square അല്ലേ. സോ ഇത്രയും മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ അവിടെ ഒരു സർഫസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളതാണ് അതിനർത്ഥം. രണ്ട് സർഫസുകളല്ലേ. അപ്പൊ ആ രണ്ട് സർഫസുകൾ വരുമ്പോൾ ഇവിടെ എന്ത് ടേം കൂടി വരണം, ഒരു *2 ടേം കൂടി വരണം. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ഒരു എയർ ബബിളിന്റെ കേസിൽ എത്ര സർഫസുകൾ ഉണ്ടല്ലോ, പുറത്തും ഒരു സർഫസ് ഉണ്ട്, അകത്തും ഒരു സർഫസ് ഉണ്ട്. അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ആ ഇൻക്രീസ് ഇൻ ഏരിയയുടെ കൂടെ എന്ത് കൂടി വരണം, ഒരു *2 വരണം. ആ *2 വരുന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് സർഫസുകളുണ്ട്. സോ ഇൻക്രീസ് ഇൻ ഏരിയ വരുമ്പോ *2. ഇനി ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആയിരുന്നെങ്കിലോ, ഒരു ലിക്വിഡ് ഡ്രോപ്പ് R1 റേഡിയസിൽ നിന്നും R2 റേഡിയസിലേക്ക് പോയി. അപ്പൊ എന്താ സംഭവിക്കുക? ഇൻക്രീസ് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു 4π r2 സ്ക്വയർ മൈനസ് 4π r1 സ്ക്വയർ ആണ്. അവിടെ *2 വരണ്ട. കാരണം എന്താണ്? അവിടെ ഒറ്റ സർഫസേ ഉള്ളൂ. നമ്മളൊരു ലിക്വിഡ് ഡ്രോപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ, ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ പുറത്ത് എയർ ആണ്, അകത്തെന്താണ്? ലിക്വിഡ് തന്നെയല്ലേ. അവിടെ വേറെ ഏതെങ്കിലും സർഫസ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ടോ? അപ്പൊ അവിടെ ഒറ്റ സർഫസേ ഉള്ളൂ. അവിടെ നമുക്ക് എന്ത് പറയാം? 4π r2 സ്ക്വയർ മൈനസ് r1 സ്ക്വയർ എന്ന് തന്നെ പറയാം. ഈ ബബിള്, ഈ ഡ്രോപ്പ് വലുതായി, മറ്റൊരു ലിക്വിഡ് ഡ്രോപ്പ് ആയി. മനസ്സിലായോ? പക്ഷെ ഇവിടെ വരുമ്പോൾ എയർ ബബിളിന്റെ കേസിൽ അകത്തും എയർ അല്ലേ വരുന്നത്. അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയയുടെ കൂടെ എന്ത് വരണം? 2 കൂടി വരണം. *2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ മക്കളെ. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു 30 ഇൻറ്റു 30 ഇൻറ്റു എന്തുകൂടി വരും മക്കളെ? നമുക്ക് 20π കിട്ടിയില്ലേ? അത് ഒരു സർഫസിന്റെ ഏരിയ ആണ് അല്ലെ, ഇൻക്രീസ് ഇൻ ഏരിയ ആണ്. ഇൻറ്റു എന്തുകൂടി വരും മക്കളെ? ഇൻറ്റു എന്തുകൂടി വരും? ഒരു 2 കൂടി വരും. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ മക്കളെ. സോ *2 വരുമ്പോഴോ ഇവിടെ അപ്പോ നമുക്ക് എന്ത് കിട്ടി? 30 ഇൻറ്റു 20 ഇൻറ്റു 2. അപ്പൊ 30 ഇൻറ്റു 20 നമുക്ക് എന്ത് കിട്ടി? 600 കിട്ടി. ഇൻറ്റു π ഇൻറ്റു 2 അല്ലെ. അപ്പോ 600 ഇൻറ്റു π നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 1884 കിട്ടി. ഇൻറ്റു 2 വരും. എത്ര കിട്ടും മക്കളെ? 24 8 ഇരട്ട് 16 ഇരട്ട് 16 1 17 1 2 2 1 3 അല്ലെ. നമുക്ക് എത്ര കിട്ടി? 3768 എന്ന് കിട്ടി. 3768. ഓക്കെ മക്കളെ. സോ അത്രയും മക്കളെ ജൂൾ എന്ന് പറയുന്നത് എന്താണ്? വർക്കിന്റെ SI യൂണിറ്റ് ആണ്. ഓക്കെ മക്കളെ. വർക്കിന്റെ CGS യൂണിറ്റ് നമ്മൾ ഇവിടെ എല്ലാം ചെയ്തത് CGS യൂണിറ്റിലല്ലേ, സെന്റിമീറ്റർ, ഡൈൻ പെർ സെന്റിമീറ്റർ. അപ്പോ നമുക്ക് കിട്ടിയ ആൻസർ എന്ത് തന്നെയായിരിക്കും? CGS യൂണിറ്റിൽ തന്നെയായിരിക്കും. വർക്കിന്റെ CGS യൂണിറ്റ് നിങ്ങൾ ആലോചിക്കുക, എന്താണ്? ഓർത്തിരിക്കുക, എർഗാണ്. എന്താ മക്കളെ? എർഗാണ്. ജൂൾ എന്താണ്? വർക്കിന്റെ SI യൂണിറ്റ് ആണ്. എർഗ് എന്താണ്? അതിന്റെ CGS യൂണിറ്റ് ആണ്. പറഞ്ഞത് മനസ്സിലായ മക്കളെ? സോ ദിസ് ഈസ് ദ വർക്ക്. വർക്ക് ഈസ് ഈക്വൽ ടു 3768 എർഗ്. അത്രയും എർഗ് നമുക്ക് കിട്ടി. ഓക്കെ മക്കളെ. സോ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ അറിയാം, അത് ഡിറൈവ് ചെയ്ത ഡൗട്ട് ഒന്നുമില്ലല്ലോ. വർക്ക് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ. ഓക്കെ മക്കളെ. പിന്നെ നമ്മൾ ഇൻക്രീസ് ഇൻ ഏരിയ കണ്ടുപിടിച്ചു. അവിടെയാണ് നമുക്ക് ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഇൻക്രീസ് ഇൻ ഏരിയ വരുമ്പോൾ ബബിളിന്റെ കേസിൽ എന്തുകൂടി കൺസിഡർ ചെയ്യണം? ഒരു *2 കൂടി കൺസിഡർ ചെയ്യണം. കാര്യം എന്താണ്? അവിടെ രണ്ട് സർഫസുകളുണ്ട്. ഡൗട്ട് ഇല്ലല്ലോ മക്കളെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, പ്രശ്നമില്ല. ആ കമന്റിൽ വന്ന് ഞാൻ ക്ലിയർ ചെയ്യാം, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ മക്കളെ. അപ്പോ ഒന്നാമത്തെ പ്രോബ്ലം ഡൗട്ട് ഒന്നും ഇല്ലല്ലോടാ. സോ നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ മക്കളെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സർഫസ് ടെൻഷൻ ഓഫ് എ സോപ്പ് സൊല്യൂഷൻ ഈസ് 0.03 ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ മക്കളെ. ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ മക്കളെ. അപ്പൊ നമുക്ക് സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു 0.03, അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ടു പ്രൊഡ്യൂസ് എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് 0.05 മീറ്റർ. ഓക്കെ മക്കളെ. അതായത് നമുക്ക് 0.05 മീറ്റർ അത്രയും റേഡിയസ് ഉള്ള ഒരു ബബിൾ ഫോം ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ മക്കളെ. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും ഈ ക്വസ്റ്റ്യനുള്ള പ്രത്യേകത എന്താണ്? വ്യത്യാസം എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? R1 റേഡിയസ് ഉള്ള ഒരു ബബിൾ ഉണ്ടായിരുന്നു.
അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, R2 റേഡിയസ് ആക്കി അവിടെ നമ്മൾ ചെയ്ത വർക്കായിട്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തത് അല്ലേ മക്കളെ. ഇവിടെ എന്താണ്, ഇനിഷ്യലി നമ്മുടെ കയ്യിൽ ബബിൾ വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു സോപ്പ് സൊല്യൂഷൻ ഉണ്ട്. ആ സോപ്പ് സൊല്യൂഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, R റേഡിയസ് ഉള്ള R=0.35 മീറ്റർ വാല്യൂ ഉള്ള ഒരു ബബിൾ നമുക്ക് ഫോം ചെയ്തെടുക്കണം. ഓക്കെ മക്കളെ, അതിന് വേണ്ട വർക്ക്. അപ്പൊ നമുക്ക് ആദ്യമേ അറിയാവുന്ന കാര്യം എഴുതാം. വർക്ക് ഇൻഡിക്കേഷൻ എന്താ മക്കളെ, വർക്ക് W നമുക്കറിയാം. എന്താണ്, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഉപയോഗിച്ച ഇക്വേഷൻ അല്ലേ, സർഫസ് ടെൻഷൻ സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഓക്കെ മക്കളെ, സർഫസ് ടെൻഷന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്, 0.03 അല്ലേ മക്കളെ, ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. മക്കളെ ഇവിടെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇനിഷ്യലി അവിടെ ബബിൾ വല്ലതും ഉണ്ടായിരുന്നോ? ഇനിഷ്യലി അവിടെ ബബിൾ ഉണ്ടോ മക്കളെ? ഇല്ല. ഇനിഷ്യലി ബബിൾ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, സോപ്പ് സൊല്യൂഷനിൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, 0.05 മീറ്റർ റേഡിയസ് ഉള്ള ഒരു ബബിൾ ഫോം ചെയ്യുകയാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇനിഷ്യലി അവിടെ ബബിൾ ഇല്ല. അതുകൊണ്ടാണ് ഇനിഷ്യലി അതിന്റെ ഏരിയ എന്തായിരിക്കും, 0 ആയിരിക്കും. ആണോ മക്കളെ? ഫൈനൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, നമ്മൾ 0.05 മീറ്റർ റേഡിയസ് ഉള്ള ഒരു ബബിൾ ഫോം ചെയ്തു എന്ന് പറയുന്നത് ഫൈനൽ ഏരിയ എന്താ, A2 = 4πr². ആറിന്റെ വാല്യൂ 0.05 മീറ്റർ ആണ്. അപ്പൊ ഇനിഷ്യലി അവിടെ A1ന്റെ വാല്യൂ 0 ആണ്, കാരണം ബബിൾ ഇല്ല. ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, 0.05 മീറ്റർ റേഡിയസ് ഉള്ള ഒരു ബബിൾ ഫോം ചെയ്തു. സോ 4πr². സോ ഇൻക്രീസ് ഇൻ ഏരിയ എന്തായിരിക്കും മക്കളെ, സോ ഇൻക്രീസ് ഇൻ ഏരിയ നമുക്ക് എന്ത് കിട്ടി, A2 - A1 ദാറ്റ്സ് ഈക്വൽ ടു 4πr² മൈനസ് 0 ദാറ്റ്സ് ഈക്വൽ ടു 4πr². സോ നമുക്ക് ഇൻക്രീസ് ഇൻ ഏരിയ നമുക്ക് എന്ത് എഴുതാം, 4πr² എന്ന് എഴുതാം. ഞാനൊരു ഇൻഡ് കിട്ടും അല്ലേ മക്കളെ, കാരണം എന്താണ്, ഇവിടെ നമ്മൾ എന്തിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഒരു ബബിളിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബബിളിന്റെ കേസിൽ പുറത്തും ഒരു സർഫസ് ഉണ്ട്, അകത്തും ഒരു സർഫസ് ഉണ്ട്. അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 4πr² മാത്രം നമ്മൾ ഒരു സർഫസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻറ്റു എന്ത് കൂടി വരണം, ഇൻറ്റു 2 കൂടി വരണം അല്ലേ. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ അല്ലേ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇനിഷ്യലി ഒരു ബബിൾ ഉണ്ടായിരുന്നു, ഇവിടെ ഇനിഷ്യലി ബബിൾ ഇല്ല. കറക്റ്റ് സോപ്പ് സൊല്യൂഷൻ നമ്മൾ ഡയറക്റ്റ് ഒരു ബബിൾ അങ്ങ് ഫോം ചെയ്യാണ്. ഓക്കെ നമ്മളെ, അപ്പൊ W = ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മാന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 0.03 ഇൻറ്റു 4 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസിന്റെ വാല്യൂ എത്രയാ മക്കളെ, 0.05 അല്ലേ. സോ 0.05 സ്ക്വയർ അല്ലേ, 4 ഇൻറ്റു പൈ ഇൻറ്റു 0.05 സ്ക്വയർ ഇൻറ്റു 2. ഓക്കെ മക്കളെ, ഇതങ്ങ് വായിക്കാനുണ്ടോ, ഇൻറ്റു 2. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടൂടാ, നോക്കി 0.03 ഇൻറ്റു 4 ഇൻറ്റു പൈൻ്റെ വാല്യൂ എത്രയാണ്, 3.14 അല്ലേ, ഇൻറ്റു 0.05 ദ ഹോൾ സ്ക്വയർ. 0.05 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 5ന്റെ സ്ക്വയർ എത്രയാണ്, 25 ആണ് അല്ലേ. 0.05 ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ എത്ര സ്ഥാനം മക്കളെ നോക്കാം, 0.05 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.05 ഇൻറ്റു 0.05 അല്ലേ. സോ 5 ഇൻറ്റു 5 എത്രയാണ്, 25 ആണ്. ഇവിടെ 2 സ്ഥാനം പുറകോട്ടുണ്ട്, ഇവിടെയും 2 സ്ഥാനം പുറകോട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര സ്ഥാനം പുറകോട്ട് പോകണം, 4 സ്ഥാനം പുറകോട്ട് പോകണം. സോ 1, 2 ഇനി പോകാൻ നമ്പർ ഉണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ 0 ഇട്ടു, 3 അല്ലേ. നാലാമത് നമുക്ക് പോകാൻ ആളില്ലാത്തതുകൊണ്ട് നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ഇട്ടു അല്ലേ മക്കളെ. അപ്പൊ നമ്മൾ 4 സ്ഥാനം പുറകോട്ട് വന്നു, പോയിന്റ് കൊടുത്തു, 0.0025. ഓക്കെ മക്കളെ, സോ 0.05 ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി, 0.0025 ഇൻറ്റു നമുക്ക് എന്ത് കിട്ടി, ഇൻറ്റു 2 എന്ന് കിട്ടി. ഓക്കെ മക്കളെ, സോ ഇത് ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.884 ഇൻറ്റു 10⁻³ അത്രയും ജൂൾ ആയിരിക്കും. ഓക്കെ മക്കളെ, സോ നമ്മൾ ഇതിന്റെ എല്ലാം വാല്യൂസ് പറക്കി കൊടുത്തു. ഇത്രയും ചെയ്തു വരുന്ന നമുക്ക് ആൻസർ എന്താണ്, 1.884 ഇൻറ്റു 10⁻³ ജൂൾ ആണ്. ഓക്കെ മക്കളെ, അപ്പോ നമുക്കിവിടെ വർക്ക് കിട്ടിയ നമുക്ക് എന്താണ്, നമുക്ക് ആൻസർ വരുന്നത് എന്താണ്, 1.884 ഇൻറ്റു, അതിന് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ മക്കളെ, 1.884 ഇൻറ്റു 10⁻³ ജൂൾ. അത്രയും നമുക്ക് എന്തെന്ന് കിട്ടി, നമുക്ക് വർക്കായിട്ട് കിട്ടി. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് 0.05 മീറ്റർ റേഡിയസ് ഉള്ള ഒരു ബബിൾ ഫോം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത വർക്ക് എത്രയാണ്, 1.884 ഇൻറ്റു 10⁻³ ജൂൾ. ഓക്കെ മക്കളെ, ഡൗട്ട് ഒന്നും ഇല്ലാലോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ.
മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ്, എ മെർക്കുറി ഡ്രോപ്പ് ഓഫ് റേഡിയസ് 1 centimeter is sprayed into 10⁻⁶ droplets of equal size. Calculate the energy expanded. Surface tension of mercury is 32 into 10⁻⁻² Newton per meter. ഓക്കെ മക്കളെ, അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ മക്കളെ, അതായത് നമ്മുടെ കയ്യിൽ ഒരു മെർക്കുറി ഡ്രോപ്പ് ഉണ്ട്. കണ്ടോ, ഒരു മെർക്കുറി ഡ്രോപ്പ്, ആ റേഡിയസ് ഉള്ള ഒരു മെർക്കുറി ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ മക്കളെ, ഈ മെർക്കുറി ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ മെർക്കുറി ഡ്രോപ്പുകളാവുകയാണ്. സോ നമ്മുടെ കയ്യിൽ ഒരു വലിയ മെർക്കുറി ഡ്രോപ്പ് ഉണ്ട്, അത് സ്പ്ലിറ്റ് ചെയ്ത് എന്താണ്, കൊച്ചു കൊച്ചു മെർക്കുറി ഡ്രോപ്പുകൾ ഫോം ചെയ്യാണ്. അങ്ങനെ എത്ര മെർക്കുറി ഡ്രോപ്പുകൾ ഫോം ചെയ്തു എന്നാണ് അവർ പറയുന്നത്? 10⁻⁶ ഡ്രോപ്പുകൾ, ചെറിയ ഡ്രോപ്പുകൾ. ആ ചെറിയ ഡ്രോപ്പുകൾ ആയതുകൊണ്ടാണ് ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, സോ ഇവിടെ എത്ര ഡ്രോപ്പുകൾ ഫോം ചെയ്തു? 10⁻⁶ മെർക്കുറി ഡ്രോപ്പുകൾ ഫോം ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വലിയ മെർക്കുറി ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ആ വലിയ മെർക്കുറി ഡ്രോപ്പ് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 10⁻⁶ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? നമുക്ക് 10⁻⁶ ചെറിയ മെർക്കുറി ഡ്രോപ്ലെറ്റുകൾ, കുഞ്ഞു കുഞ്ഞു മെർക്കുറി ഡ്രോപ്പുകൾ അവിടെ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ മെർക്കുറി ഡ്രോപ്പ് അല്ലേ, വലിയ ഡ്രോപ്പില്ലേ, 10⁻⁶ കൊച്ചു കൊച്ചു ഡ്രോപ്പുകളായില്ലേ, അവിടെ ആ 10⁻⁶ കൊച്ചു ഡ്രോപ്പുകൾ ഫോം ചെയ്യാനായിട്ട് അവിടെ ഉപയോഗിച്ച എനർജി, അതാണ് ഇവിടെ പറഞ്ഞത് എനർജി എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ടി വന്ന എനർജി എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പറയുന്നത് മനസ്സിലായോ മക്കളെ? നമ്മുടെ കയ്യിലുള്ള ആ റേഡിയസ് ഉള്ള വലിയ മെർക്കുറി ഡ്രോപ്പിനെ നമ്മൾ എന്ത് ചെയ്തു? 10⁻⁶ ചെറിയ മെർക്കുറി ഡ്രോപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അവിടെ വേണ്ട എനർജിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ മക്കളെ, സോ ആ എനർജി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഈ സർഫസ് ടെൻഷൻ, സർഫസ് എനർജി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ എന്താണ്? ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം. എന്താണ്? വർക്ക് ഡൺ ഇക്വേഷൻ അറിയാം അല്ലെ മക്കളെ? വർക്ക് ഡൺ W is equal to എന്തായിരുന്നു? വർക്ക് ഡൺ W is equal to സർഫസ് ടെൻഷൻ സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. So work done W is equal to sigma into increase in surface area. ഓക്കെ മക്കളെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻ അല്ലേ? സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ മക്കളെ, സോ നമുക്ക് ആദ്യമേ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. അതായത് ഈ ഒരു ഡ്രോപ്പിലെ ഈ ഒരു ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്ത് 10⁻⁶ കൊച്ചു കൊച്ചു ഡ്രോപ്പുകളായില്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് നടന്നു കാണും? ഒരു പ്രവൃത്തി നടന്നു കാണും, വർക്ക് നടന്നു കാണും. നമുക്ക് ആ വർക്ക് ആദ്യം കണ്ടുപിടിക്കാം, കാരണം വർക്കിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ളൂ. സോ വർക്ക് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഓക്കെ മക്കളെ, സിഗ്മാന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 32 into 10⁻⁻² മീറ്റർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ മക്കളെ, അപ്പോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു, റൈറ്റ് സൈഡിൽ നമുക്ക് 10⁻⁶ ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു. ആണോ മക്കളെ? അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ഇയാളുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്നിരിക്കട്ടെ? A1 ആണെന്നിരിക്കട്ടെ. റൈറ്റ് സൈഡിലുള്ള ഒരു ഡ്രോപ്പിന്റെ ഏരിയ എന്താണെന്നിരിക്കട്ടെ? ഒരു ഡ്രോപ്പിന്റെ ഏരിയ എന്താണെന്നിരിക്കട്ടെ? A2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ ഏരിയ എന്തായിരിക്കും മക്കളെ? ഒരു ഡ്രോപ്പിന്റെ ഏരിയ A2. അങ്ങനെയാണെങ്കിൽ 10⁻⁶ ഡ്രോപ്പുകളുടെ ഏരിയ എന്തായിരിക്കും? 10⁻⁶ into 8. ക്ലിയർ മക്കളെ? ക്ലിയർ. അപ്പോ നമ്മള് റൈറ്റ് സൈഡിലുള്ള ഡ്രോപ്പിന്റെ ഏരിയ A1 ആയിട്ട് എടുത്തു. ലെഫ്റ്റ് സൈഡിലുള്ള ഡ്രോപ്പിന്റെ ഏരിയ A1 ആയിട്ട് എടുത്തു. റൈറ്റ് സൈഡിലെ ഒരു ഡ്രോപ്പിന്റെ ഏരിയ എന്താണ്? A2 ആണ്. അങ്ങനെയാണെങ്കിൽ 10⁻⁶ ഡ്രോപ്പുകളുടെ ഏരിയ എന്തായിരിക്കും? 10⁻⁶ into A2 ആയിരിക്കും. ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻക്രീസ് ഇൻ ഏരിയ എന്ത് വരും മക്കളെ? ഇൻക്രീസ് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു വലിയ ഏരിയ മൈനസ്, ഇവിടെ ഈ ഒരു ഡ്രോപ്പിന്റെ ഏരിയ ആണോ വലുത്? 10⁻⁶ കൊച്ചു കൊച്ചു ഡ്രോപ്പുകളുടെ ഏരിയ ആണോ വലുത്? 10⁻⁶ ചെറിയ ചെറിയ ഡ്രോപ്പുകളുടെ ഏരിയ ആണ് വലുത് അല്ലേ? അപ്പൊ ഒരു കാര്യം ക്ലിയർ ആണ്, 10⁻⁶ into A2 is greater than എന്താണ്? A1 ആണ്. ആണോ മക്കളെ? അപ്പൊ ഇവിടെ ഇൻക്രീസ് ഇൻ ഏരിയ എന്ത് വരും? ഇൻക്രീസ് ഇൻ ഏരിയ ഈസ് ഈക്വൽ, ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം, ഇൻക്രീസ് ഇൻ ഏരിയ ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം? റൈറ്റ് സൈഡിലുള്ള വലിയ ഏരിയ 10⁻⁶ ഡ്രോപ്പുകളുടെ ഏരിയ 10⁻⁶ into A2 മൈനസ് ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയ ഏരിയ എന്ത്? A1. ക്ലിയർ മക്കളെ? ക്ലിയർ. അപ്പോ നമുക്ക് ഇവിടെ സിഗ്മാന്റെ വാല്യൂ ഉണ്ട്, അവർ തന്നിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 10⁻⁶ into A2 മൈനസ് നമുക്ക് എന്ത് കിട്ടി? A1 എന്ന് കിട്ടി. ആണോ മക്കളെ? ഇവിടെ വലിയ ഡ്രോപ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണെന്നിരിക്കട്ടെ? ക്യാപിറ്റൽ R ആണെന്നിരിക്കട്ടെ. ചെറിയ ഡ്രോപ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണെന്നിരിക്കട്ടെ? സ്മോൾ R എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ A2 പകരം നമുക്ക് എന്ത് എഴുതാം? ചെറിയ ഡ്രോപ്പിന്റെ റേഡിയസ് R ആണ്. അപ്പൊ A2 ഈക്വൽ നമുക്ക് എന്ത് പറയാം? 4πr². അല്ലേ മക്കളെ? സ്പിയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² അല്ലേ? അപ്പൊ സ്മോൾ R ആകുമ്പോ A2 പകരം നമുക്ക് എന്ത് എഴുതാം? 10⁻⁶ into 4πr².
മൈനസ് വലിയ ഡ്രോപ്പിന്റെ ഏരിയ എന്താ മക്കളെ? വലിയ ഡ്രോപ്പിന്റെ ഏരിയ എന്താണ്? 4 പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് എത്രയാണ്? ക്യാപിറ്റൽ ആർ അല്ലേ? സോ 4 പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. ക്ലിയർ മക്കളെ? ക്ലിയർ. അപ്പോ നമുക്ക് വർക്ക് ഡൺ അറിയാം, സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. സോ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലുള്ള 10⁶ ഡ്രോപ്പുകളുടെ ഏരിയയിൽ നിന്നും ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഡ്രോപ്പിന്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10⁶ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ മൈനസ് 4 പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഓക്കെ മക്കളെ? ഇവിടെ മെർക്കുറി ഡ്രോപ്പ് ഓഫ് റേഡിയസ്, വലിയ ഡ്രോപ്പിന്റെ റേഡിയസ്, ആ ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ അവർ പറയുന്നുണ്ട് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അന്നെങ്കിൽ അവർ പറയുന്നത് എന്താണ്? പിന്നെ പറയുന്നത് എന്താണ്? അത് സ്പ്ലിറ്റ് ചെയ്ത് 10⁶ ഡ്രോപ്ലെറ്റുകൾ ആയെന്നേ പറയുന്നുള്ളൂ. ആ കൊച്ചു ഡ്രോപ്പുകളുടെ റേഡിയസിന്റെ വാല്യൂ, സ്മോൾ ആറിന്റെ വാല്യൂ അവർ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻ അത് W = സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. സിഗ്മാന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്ക് 10⁶ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ മൈനസ് 4 പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ വന്നു. ഇവിടെ ഈ ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് സ്മോൾ ആറിന്റെ വാല്യൂ കൂടെ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ കിട്ടുള്ളൂ. ആ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണ്? ഇവിടെ ഫോം ചെയ്ത ഒരു ഡ്രോപ്പിന്റെ റേഡിയസ്, ഒരു ചെറിയ ഡ്രോപ്പിന്റെ റേഡിയസ്, സ്മോൾ ആറിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ മക്കളെ? സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു വലിയ ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്തു, 10⁶ കൊച്ചു കൊച്ചു ഡ്രോപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ സ്പ്ലിറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എനർജി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ആ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ എനർജി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവിടെ ആ ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ചെയ്ത വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ അല്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നോക്കി. അപ്പൊ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ ആർ റേഡിയസ് ഉള്ള ഡ്രോപ്പ് 10⁶ കൊച്ചു കൊച്ചു ഡ്രോപ്പുകളായിട്ട് മാറി. അപ്പോൾ ഇവിടെ ഒരു ഡ്രോപ്പിന്റെ ഏരിയ A2 ആണ്. അപ്പൊ 10⁶ ഡ്രോപ്പിന്റെ ഏരിയ 10⁶ ഇൻറ്റു A2. ക്ലിയർ? അപ്പോ നമുക്ക് എന്ത് പറയും? എന്ത് കിട്ടി? ഇവിടെ 10⁶ ഇൻറ്റു A2, 10⁶ ഡ്രോപ്പുകളുടെ ഏരിയ കിട്ടി. ഒരു ഡ്രോപ്പിന്റെ ഏരിയ നമുക്കറിയാം 4 പൈ ആർ സ്ക്വയർ ആണ്, ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. സോ ഇൻക്രീസ് ഇൻ ഏരിയ = വലിയ ഏരിയ മൈനസ് ചെറിയ ഏരിയ. ഓക്കെ മക്കളെ? അതിനകത്ത് നമുക്ക് സ്മോൾ ആറിന്റെ വാല്യൂ മിസ്സിംഗ് ആണടാ, തന്നിട്ടില്ല അവര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി സ്മോൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ മക്കളെ? സോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് മനസ്സിലായല്ലോ? ഓക്കെ മക്കളെ? അപ്പൊ നമ്മൾ ഈ സ്മോൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ കിട്ടുന്നു, വർക്ക് കിട്ടുന്നു. ഓക്കെ മക്കളെ? അപ്പൊ നമുക്ക് സ്മോൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കേടാ? ഇതൊന്ന് മാറ്റി എഴുതാണ് മക്കളെ. ഇൻക്രീസ് ഇൻ ഏരിയ = നമുക്ക് എന്താ കിട്ടിയേ? 10⁶ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ മൈനസ് 4 പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഓക്കെ മക്കളെ? സോ ഇൻക്രീസ് ഇൻ ഏരിയ നമുക്ക് ഇത്രയും കിട്ടി. ഓക്കെ മക്കളെ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം എല്ലാം ചെയ്തപ്പോൾ ഇൻക്രീസ് ഇൻ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഒരു *2 ചെയ്തിരുന്നു. ആണോ മക്കളെ? ഇവിടെ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ നമ്മളൊരു മെർക്കുറി ഡ്രോപ്പ് ആണ് എടുക്കുന്നത്. ഒരു മെർക്കുറി ഡ്രോപ്പിന്റെ കേസിൽ എന്താണ്? പുറത്ത് എയറാണ്. അപ്പൊ പുറത്തൊരു സർഫസ് വന്നു, അകത്ത് എയർ ഉണ്ടോ? ഇല്ല. അകത്ത് മെർക്കുറി അല്ലേ? അപ്പൊ ഈ കേസിൽ, ഒരു ഡ്രോപ്പിന്റെ കേസിൽ, മെർക്കുറിയുടെ കേസിൽ അകത്ത് മെർക്കുറി ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ? എയറുമായിട്ട് കോൺടാക്ട് വരുന്ന ഒരു സർഫസ് അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ *2 എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ പ്രോബ്ലം വരുമ്പോൾ *2 എടുത്ത് വെക്കരുത്, തെറ്റും. കാരണം എന്താണ്? ലിക്വിഡ് ഡ്രോപ്പ് ആണ്. എപ്പോഴും ആലോചിക്കുക, ബബിൾ ആകുമ്പോൾ *2 വരും, ഇൻക്രീസ് ഇൻ ഏരിയ വരും. കാരണം രണ്ട് സർഫസ് ഉണ്ട്. ഇത് ഡ്രോപ്പ് ആണ്, പുറത്ത് മാത്രമേ എയർ ഉള്ളൂ, അകത്തുണ്ടോ? ഇല്ല. സോ ഇൻക്രീസ് ഇൻ ഏരിയയുടെ കൂടെ നമ്മൾ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ മക്കളെ? സോ നമുക്ക് ഇൻക്രീസ് ഇൻ ഏരിയ = 10⁶ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ മൈനസ് 4 പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ കിട്ടി. നമുക്ക് ഇനി സ്മോൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ മക്കളെ? ഓക്കെ. എന്നിട്ട് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം. സോ മക്കളെ, നമുക്ക് സ്മോൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിനു വേണ്ടി മക്കളെ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കയ്യിൽ ഒരു വലിയ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഈ വലിയ ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞു കുഞ്ഞു ഡ്രോപ്പുകളായിട്ട് മാറിയത് അല്ലേ? ഈ വലിയ മെർക്കുറി ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊച്ചു കൊച്ചു ഡ്രോപ്പുകളായിട്ട് ഫോം ചെയ്തത് അല്ലേ? അങ്ങനെ എത്ര ഡ്രോപ്പുകൾ ഫോം ചെയ്തു? 10⁶ ഡ്രോപ്പുകൾ ഫോം ചെയ്തു. ആണോ മക്കളെ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വലിയ ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ ഈ 10⁶ ഡ്രോപ്പുകൾ ഫോം ചെയ്തത്? ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ വലിയ ഡ്രോപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ 10⁶ ഡ്രോപ്പുകളുടെ, കൊച്ചു കൊച്ചു ഡ്രോപ്പുകളുടെ വോളിയത്തിന് ഈക്വൽ ആവില്ലേ? ഫോർ എക്സാമ്പിൾ നോക്കി, ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു വലിയ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഈ വലിയ ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്തു ചെറിയ 2 ഡ്രോപ്പേ ഫോം ചെയ്തോളൂ. ഓക്കെ മക്കളെ? ഈ വലിയ ഡ്രോപ്പിന്റെ വോളിയം V ആണെന്നിരിക്കട്ടെ.
ഇയാളുടെ വോളിയം V1 ആണെന്നിരിക്കട്ടെ, ഇയാളുടെ വോളിയം എന്താണെന്നിരിക്കട്ടെ, V2 ആണെന്നിരിക്കട്ടെ. ഓക്കെ മക്കളെ, ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് ഡിഫറെന്റ് വലിപ്പത്തിലുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് എല്ലാം ഈക്വൽ സൈസ് ആണെന്ന്. അപ്പൊ നമ്മൾ ബി സ്പ്ലിറ്റ് ചെയ്തു, V1 വോളിയുള്ള ഒരു ഡ്രോപ്പും V2 വോളിയുള്ള ഒരു ഡ്രോപ്പും കിട്ടി. അങ്ങനെയാണ് ടോട്ടൽ വോളിയം B ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം, V1 + V2 എന്ന് എഴുതാം. കാരണം ഈ വലിയ ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ ഈ രണ്ട് ഡ്രോപ്പ് ഫോം ചെയ്തത്. അപ്പോൾ ഈ വലിയ ഡ്രോപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ രണ്ട് ചെറിയ ഡ്രോപ്പുകളുടെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും, വോളിയത്തിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഡ്രോപ്പ് ആയിട്ടാണോ സ്പ്ലിറ്റ് ചെയ്തത്, 10⁶ ഡ്രോപ്പ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, ബിഗർ ഡ്രോപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ലാർജർ ഡ്രോപ്പ് ദാറ്റ്സ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും, ഇവിടെ എത്ര ഡ്രോപ്പുകൾ ഫോം ചെയ്തു, 10⁶ ഡ്രോപ്പുകൾ ഫോം ചെയ്തില്ലേ, നമുക്ക് എന്ത് പറയാം, വോളിയം ഓഫ് ലാർജർ ഡ്രോപ്പ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം, വോളിയം ഓഫ് എന്ത് 10⁶ സ്മോളർ ഡ്രോപ്സ്. ഓക്കെ മക്കളെ, അതായത് നമ്മളുടെ വലിയ ഡ്രോപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്ത 10⁶ ഡ്രോപ്പുകളുടെ വോളിയത്തിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ചെറിയ ഡ്രോപ്പുകളുടെ എല്ലാം വോളിയം എന്താണെന്ന് പറയുന്നുണ്ട്, സെയിം ആണ്, ഈക്വൽ സൈസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ ഫോം ചെയ്ത എല്ലാ ആൾക്കാരുടെയും വോളിയം എന്താണ്, സെയിം ആണ്. അപ്പൊ ഞാൻ പറയാണ് വലിയ ആളുടെ വോളിയം, വലിയ ആളുടെ റേഡിയസ് എന്താണെന്നിരിക്കട്ടെ, ക്യാപിറ്റൽ R ആണെന്നിരിക്കട്ടെ. ചെറിയ ആളുടെ റേഡിയസ് നമ്മൾ പറഞ്ഞു എന്താണെന്നിരിക്കട്ടെ, സ്മോൾ R ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ വോളിയം എത്രയാണ് മക്കളെ, സ്പിയറിന്റെ വോളിയം എന്താ, 4/3 πr³ അല്ലേ. അപ്പൊ വോളിയം ഓഫ് ലാർജർ ഡ്രോപ്പ് ഈസ് നമുക്ക് എന്ത് കിട്ടി, 4/3 πr³ എന്ന് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ എന്താ പറഞ്ഞ, വോളിയം ഓഫ് 10⁶ സ്മോളർ ഡ്രോപ്പ്. ഓക്കെ മക്കളെ, അപ്പൊ 10⁶ ഡ്രോപ്പുകളുടെ വോളിയം എന്ന് പറയുമ്പോൾ ഒരു ഡ്രോപ്പിന്റെ വോളിയം എന്തായിരിക്കും മക്കളെ, സ്മോൾ ആർ അല്ല റേഡിയസ്. അപ്പൊ ഒരു ഡ്രോപ്പിന്റെ വോളിയം എന്തായിരിക്കും, 4/3 πr³ ആയിരിക്കും. 4/3 πr³ അല്ലേ, റേഡിയസ് സ്മോൾ ആർ. ഒരു ഡ്രോപ്പിന്റെ വോളിയം ആയുള്ളൂ. അങ്ങനെ എത്ര ഡ്രോപ്പുകളുണ്ട്, 10⁶ ഡ്രോപ്പുകളുണ്ട്. സോ ഇൻറ്റു നമുക്ക് എന്ത് പറയാം, 10⁶. ക്ലിയർ മക്കളെ, ക്ലിയർ. അപ്പൊ നമുക്ക് എന്ത് പറയാം, വോളിയം ഓഫ് ലാർജർ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് 10⁶ സ്മോളർ ഡ്രോപ്പ് ദാറ്റ്സ് ഈക്വൽ ടു 4/3 πr³ ഈസ് ഈക്വൽ ടു 4/3 πr³ ഇൻറ്റു 10⁶. ക്ലിയർ മക്കളെ, ക്ലിയർ. രണ്ട് സൈഡും 4/3 ഉണ്ട്, 4/3 ഉണ്ട്, ക്യാൻസൽ ആയി പോയി. രണ്ട് സൈഡും R ഉണ്ട്, സോറി പൈ ഉണ്ട്, ക്യാൻസൽ ആയി പോയി. ഓക്കെ മക്കളെ, ഇവിടെ നമുക്ക് R³ ഉണ്ട്, ഇവിടെ R³ 10⁶ ഉണ്ട്. ഓക്കെ മക്കളെ, ഈ എടാ മക്കളെ ഈ 10⁶ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം, 10⁶ എനിക്ക് 10² എന്ന് എഴുതാമോ, 10² കാരണം എന്താണ്, 10² എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, A⁻m the whole raised to A⁻m into n 10⁻2 into 3 10⁻6 എന്ന് കിട്ടില്ലേ. ഓക്കെ മക്കളെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ രണ്ട് സൈഡും ക്യൂബിക് റൂട്ട് എടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് എടുക്കാൻ അറിയാം അല്ലേ. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ എഴുതുക, നമുക്കറിയാം √(x²) ഈസ് ഈക്വൽ ടു എന്താണ്, x ആണ്. അത് സ്ക്വയർ റൂട്ട് ആണ്. നമ്മൾ സാധാരണ എടുക്കുന്ന റൂട്ടുകൾ എന്താണ്, സ്ക്വയർ റൂട്ടുകളാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഈ റൂട്ട് മാത്രമേ എഴുതാറുള്ളൂ. സത്യത്തിൽ ഇവിടെ ഒരു ചെറിയ 2 കൂടി വരണം. സ്ക്വയർ റൂട്ട് ഓഫ് x² ദാറ്റ്സ് ഈക്വൽ ടു x ആണ്. അതേപോലെ തന്നെ നമുക്ക് ക്യൂബിക് റൂട്ട് എടുക്കാൻ കഴിയും. അതായത് ഇവിടെ നമ്മൾ 3 എഴുതും, ഇങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. സോ ഇവിടെ 3 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വായിക്കുക, അതിനെ ക്യൂബിക് റൂട്ട് എന്നാണ് വായിക്കുക. ഓക്കെ മക്കളെ, സോ ക്യൂബിക് റൂട്ട് ഓഫ് x³ എന്ന് പറയുന്നത് എന്താണ്, x ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് x² x ആണെങ്കിൽ ക്യൂബിക് റൂട്ട് ഓഫ് x³ എന്താണ്, x ആണ്. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയില്ലേ, അതാ നോക്കി, r³ is equal to small r³ into 10² the whole cube. ക്ലിയർ മക്കളെ, ക്ലിയർ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ രണ്ട് സൈഡും ക്യൂബിക് റൂട്ട് എടുക്കാൻ പോവാണ്. ഓക്കേടാ, ഇത്ര എഴുതിയെടുക്കാം മക്കളെ. ഓക്കെ, സോ r³ is equal to r³ into 10⁻10² the whole cube എന്ന് കിട്ടി. ഓക്കെ മക്കളെ, സോ നമ്മൾ രണ്ട് സൈഡും ക്യൂബിക് റൂട്ട് എടുക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ LHS r³ അല്ലേ, സോ r³ അതിന്റെ ക്യൂബിക് റൂട്ട് എടുത്തു മക്കളെ. ഇത് ഇൻറ്റു 3 അല്ലേ, ക്യൂബിക് റൂട്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ 3 കൊടുത്തത് കേട്ടോ. സോ r³ ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ റൂട്ട് എടുക്കുകയാണ്, ക്യൂബിക് റൂട്ട് എടുക്കുകയാണ്. ക്യൂബിക് റൂട്ട് ഓഫ് r³ into 10⁻
2 10 square the whole cube. Clear മക്കളെ? Clear? That's equal to നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഇതിനെ? എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബിന്റെ ക്യൂബിക് റൂട്ട് എന്താണ്? എക്സ് അല്ലേ? അങ്ങനെ ആർ ക്യൂബിന്റെ ക്യൂബിക് റൂട്ട് എന്താണ്? ആർ അല്ലേ? സോ ആർ ഐ ഇസ് ഈക്വൽ ടു നമുക്ക് ഇത് മക്കളെ ക്യൂബിക് റൂട്ട് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു 10⁻² the whole cube. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതട്ടെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? റൂട്ട് ഓഫ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതിയിട്ടില്ലേ? അപ്പോൾ ഇവിടെ ക്യൂബിക് റൂട്ട് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു 10 സ്ക്വയർ the whole cube നമുക്ക് എന്ത് എഴുതാം? ക്യൂബിക് റൂട്ട് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ക്യൂബിക് റൂട്ട് ഓഫ് 10 സ്ക്വയർ the whole cube ആണോ മക്കളെ? അപ്പൊ ആർ ഇസ് ഈക്വൽ ടു ആർ ക്യൂബിന്റെ ക്യൂബിക് റൂട്ട് എന്താ മക്കളെ? സ്മോൾ ആർ ക്യൂബിന്റെ ക്യൂബിക് റൂട്ട് ആ ഇൻറ്റു 10 സ്ക്വയർ the whole cube. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വന്നേ? 10 സ്ക്വയർ. സോ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ 10 സ്ക്വയർ the whole cube അതിന്റെ ക്യൂബിക് റൂട്ട് എടുക്കുമ്പോഴോ എക്സിന്റെ സ്ഥാനത്ത് 10 സ്ക്വയർ അല്ലേ വന്നത് അല്ലേ? അപ്പൊ അതിന്റെ ക്യൂബിക് റൂട്ട് എന്ത് വരും? 10 സ്ക്വയർ. ക്ലിയർ മക്കളെ? സോ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? സ്മോൾ ആർ ഇൻറ്റു നമുക്ക് എന്ത് കിട്ടി? 10 സ്ക്വയർ എന്ന് കിട്ടി. ആണോ മക്കളെ? നമുക്ക് സ്മോൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നത്. അത് മറന്നുപോയോ? സ്മോൾ ആറിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് സ്മോൾ ആർ ഐസിക്ക് നമുക്ക് എന്ത് പറയാം മക്കളെ? സ്മോൾ ആർ ഐസിക്ക് നമുക്ക് എന്ത് പറയാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യാല്ലേ? ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവൂലേ? സോ ക്യാപിറ്റൽ ആർ എ ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ ആണോ മക്കളെ? ഇവിടെ 10 സ്ക്വയർ അല്ലേ? 10ന്റെ പവർ 2 അല്ലേ? മുകളിലോട്ട് കൊണ്ടുപോവാ. നമ്മൾ പറഞ്ഞു മുകളിലോട്ട് വരുമ്പോൾ എന്താ ചെയ്യാ? പവറിന്റെ സൈൻ ചേഞ്ച് ചെയ്യും അല്ലേ? അപ്പോ സ്മോൾ ആർ ഐ ഇസിക്കൽ ടു ആർ ഐ ഇൻറ്റു ഇവിടെ 10 സ്ക്വയർ ആണ്. മുകളിലോട്ട് വരുമ്പോൾ എന്താ മക്കളെ സംഭവിക്കുക? ഇവിടെ 10ന്റെ പവർ 2 അല്ലേ? മുകളിലോട്ട് വരുമ്പോൾ അതിന്റെ പവറിന്റെ സൈൻ ചെയ്തു 10⁻². സോ നമുക്ക് സ്മോൾ ആർ ഐ ഇസിക്കൽ എന്ത് കിട്ടി മക്കളെ? ക്യാപിറ്റൽ ആർ ഇൻറ്റു 10⁻² എന്ന് കിട്ടി. ഓക്കെ മക്കളെ? സോ സ്മോൾ ആർ ഐ ഇസിക്കൽ ടു പറ മക്കളെ, ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ എത്രയാണോ? 1 സെന്റിമീറ്റർ അല്ലേ? സോ 1 ഇൻറ്റു 10⁻², ദാറ്റ്സ് ഈക്വൽ ടു 10⁻² അത്രയും സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ മക്കളെ? സോ സ്മോൾ ആർ ഐസിക്ക് നമുക്ക് എന്ത് കിട്ടി? 10⁻² സെന്റിമീറ്റർ എന്ന് കിട്ടി. നമുക്ക് സ്മോൾ ആർ കിട്ടിയല്ലോ. ഇനി അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോവാ? ഈ സ്മോൾ ആറിന്റെ വാല്യൂ എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ ഇൻക്രീസിങ് സർഫസ് ഏരിയയിലേക്ക് കൊടുക്കും. ഇൻക്രീസിങ് സർഫസ് ഏരിയ കണ്ടുപിടിക്കും, അതിനുശേഷം വർക്ക് കണ്ടുപിടിക്കും, ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ മക്കളെ? അപ്പോൾ സ്മോൾ ആർ കണ്ടുപിടിച്ചല്ലോ. ഇത്രയും കാര്യങ്ങൾ എഴുതുക മക്കളെ. അപ്പൊ നമുക്ക് സ്മോൾ ആർ ഐസിക്കൽ 10⁻² സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇൻക്രീസിങ് സർഫസ് ഏരിയ ഇസിക്കൽ ടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ അല്ലേ? സോ ഇൻക്രീസിങ് സർഫസ് ഏരിയ ഇസിക്കൽ ടു നമുക്ക് എന്താ? നമ്മുടെ ഇക്വേഷൻ എന്താണ്? 10⁻6 ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ മൈനസ് 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. വാല്യൂസ് പറക്കി കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 10⁻6 ഇൻറ്റു 4π ഇൻറ്റു സ്മോൾ ആറിന്റെ വാല്യൂ എത്രയാടാ? 10⁻² അല്ലേ? സോ ആർ സ്ക്വയർ അല്ലേ ഇത്? അപ്പൊ 10⁻² the whole square. സ്മോൾ ആറിന്റെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇത് വായിക്കുകയാണേ. ഓക്കെ, സോ സ്മോൾ ആർ 10⁻² the whole square ആ സ്മോൾ ആർ സ്ക്വയർ മൈനസ് 4π ഇൻറ്റു ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ എന്താ മക്കളെ? 1 ആണ്. സോ 1 സെന്റിമീറ്റർ. സോ 1 സ്ക്വയർ. ഓക്കെ മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? 10⁻6 ഇൻറ്റു 4π ഇൻറ്റു 10⁻² the whole square എന്ത് വരും ഇവിടെ? 10⁻4 വരും. 10⁻4 മൈനസ് നമുക്ക് എന്ത് കിട്ടി? 4π ഇൻറ്റു 1 സ്ക്വയർ 1 അല്ലേ? സോ 1 ഇൻറ്റു 4π നമുക്ക് എന്ത് കിട്ടി? 4π എന്ന് കിട്ടി. ആണോ മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഇവിടെ 10⁻6 ഉണ്ട്, ഇവിടെ 10⁻4 ഉണ്ട്. a⁻m ഇൻറ്റു a⁻m പ്ലസ് എന്നല്ലേ? സോ 10⁻6 പ്ലസ് -4 എന്ത് കിട്ടും? ഈ 10⁻6 10⁻4 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 സ്ക്വയർ കിട്ടി. ആണോ മക്കളെ? 10 സ്ക്വയർ ഇൻറ്റു 4π മൈനസ് എന്തുണ്ട്? 4π. സോ ഒന്നാമത്തെ ടൈം 10 സ്ക്വയർ ഇൻറ്റു 4π, രണ്ടാമത്തെ ടൈം 4π. രണ്ട് ടേബിളും 4π ഇല്ലേ? 4π കോമൺ എടുക്കട്ടെ. സോ 4π കോമൺ എടുക്കുന്നു. സോ 4π കോമൺ എടുക്കുമ്പോൾ ബാക്കി നമുക്ക് എന്താ മക്കളെ കിട്ടുക? ഇവിടുന്ന് 4π പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ? 10 സ്ക്വയർ മാത്രമല്ലേ ഉള്ളൂ. സോ 10 സ്ക്വയർ ഇവിടുന്ന് 4π പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 1 അല്ലേ മക്കളെ? അതൊട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 4π ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 4π ഇൻറ്റു 1 4π അല്ലേ മക്കളെ? സോ നമ്മൾ 4π കോമൺ എടുത്തു. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഒരു സാധനം കോമൺ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടേമും കൊണ്ട് രണ്ട് ടേമിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ 4π കോമൺ എടുക്കുകയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇവിടെ 4π കൊണ്ട് ഡിവൈഡ് ചെയ്തു, ബാക്കി എന്തുണ്ട്? 4π ക്യാൻസൽ ആയി 10 സ്ക്വയർ. ഇവിടെ 4π കോമൺ എടുക്കുക, ഇവിടെ 4π കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4π ക്യാൻസൽ ആയി 1 കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, സോ 4π കോമൺ എടുക്കുന്നു, 10 സ്ക്വയർ മൈനസ് 1. ഓക്കെ മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു ഇൻക്രീസിംഗ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഇൻക്രീസിംഗ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു മക്കളെ 10ന്റെ സ്ക്വയർ എത്രയാണോ?
100 അല്ലേ. സോ 100 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 4 പൈ ഇൻറ്റു 99. 4 pi into 99. ഓക്കെ മക്കളെ. സോ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ 4 pi into 99. ഇവിടെ നമ്മൾ റേഡിയസ് എല്ലാം സെന്റിമീറ്ററിൽ എഴുതുന്നത്. അപ്പോൾ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയയുടെ യൂണിറ്റ് എന്തായിരിക്കും? സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് വർക്കാണ് കണ്ടുപിടിക്കുന്നത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. ഇവിടെ സർഫസ് ടെൻഷൻ എന്തിനാണ് നമ്മൾ തന്നിരിക്കുന്നത്? സർഫസ് ടെൻഷൻ 32 into 10⁻²⁰ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഏരിയയെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. 4 pi into 99 ഇൻറ്റു മക്കളെ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻². സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻⁻4. ഓക്കെ മക്കളെ. അപ്പോൾ നമ്മൾ ഇൻറ്റു എന്ന് മൾട്ടിപ്ലൈ ചെയ്യും 10⁻⁻4. അപ്പോൾ അതെന്തായി? അത്രയും മീറ്റർ സ്ക്വയർ ആയി. നമുക്ക് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ കിട്ടി. 4 pi into 99 into 10⁻⁻4 അത്രയും മീറ്റർ സ്ക്വയർ. ഓക്കെ മക്കളെ. അപ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ കിട്ടിയല്ലോ. ഓക്കെ മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വർക്ക് അല്ലേ. സോ വർക്ക് ഈസിക്കൽ നമുക്ക് എന്ത് പറയാം മക്കളെ? വർക്ക് W ഈസിക്കൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? സർഫസ് ടെൻഷൻ സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ആണോ മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? സർഫസ് ടെൻഷന്റെ വാല്യൂ എത്രയാണ്? 32 into 10⁻². 32 into 10⁻² അല്ലേ. ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്താ മക്കളെ? ഇൻറ്റു ഈ വാല്യൂ ഒന്ന് പറക്കി എഴുതുവാടോ. ഇൻറ്റു 4 pi ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ആണ്. 4 pi ഇൻറ്റു 99 ഇൻറ്റു 10⁻⁻4. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ നമുക്ക് ഇത്രയും കിട്ടി ആണോ മക്കളെ? സോ അത്രയും ജൂൾ എന്ന് കിട്ടി. ഓക്കെ മക്കളെ. സോ വർക്ക് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മയുടെ വാല്യൂ 32 into 10⁻². സർഫസ് ഏരിയയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ മക്കളെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക 3. അതായത് ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ ഗുണിക്കുക. അത്രയും ചെയ്യും ഗുണിച്ച് വരുമ്പോൾ കിട്ടുക 3.98 into 10⁻². അത്രയും ജൂൾ ആയിരിക്കും. ഓക്കെ മക്കളെ. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 3.98 into 10⁻² ജൂൾ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ മക്കളെ. അപ്പോൾ നമ്മളിവിടെ ഏത് വർക്കാണ് കണ്ടുപിടിച്ചത്? ഒരു വലിയ മെർക്കുറി ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ആ വലിയ മെർക്കുറി ഡ്രോപ്പ് 10⁻6 ചെറിയ ഡ്രോപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അവിടെ ചെയ്ത വർക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ മക്കളെ. അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? അവിടെ ആ വലിയ ഡ്രോപ്പ് 10⁻6 ഡ്രോപ്ലെറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് അവിടെ എത്ര എനർജി ഉപയോഗിച്ചു? അവിടെ 10⁻6 ഡ്രോപ്ലെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ എത്ര വർക്ക് ചെയ്തു? 3.98 into 10⁻². ജൂൾ. അത്രയും വർക്ക് ചെയ്തു. അപ്പൊ അത്രയും വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എത്ര എനർജി ഉപയോഗിച്ചു വേണം? അത്രയും എനർജി അവിടെ ഉപയോഗിച്ച് കാണും അല്ലേ. ഇത്രയും വർക്ക് ചെയ്യണം. അത്രയും വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ അത്രയും എനർജി നമ്മൾ എന്ത് ചെയ്ത് കാണും? ആ സിസ്റ്റം എന്ത് ചെയ്ത് കാണും? ഉപയോഗിച്ച് കാണും. ഓക്കെ മക്കളെ. പറഞ്ഞത് മനസ്സിലായോടാ? അപ്പോൾ ഇവിടെ ഈ ഒരു ഡ്രോപ്പിൽ നിന്നും 10⁻6 കൊച്ചു ഡ്രോപ്പുകളായിട്ട് 10⁻6 ചെറിയ ഡ്രോപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് ഇത്രയും ജൂൾ വേണ്ടേ? അപ്പൊ അത്രയും എനർജി അവിടെ എന്ത് ചെയ്ത് കാണും? ആ സിസ്റ്റം ഉപയോഗിച്ച് കാണും. അപ്പൊ ഇവിടെ എനർജി എക്സ്പെൻഡഡ് എന്ന് പറയുമ്പോൾ എന്തിന് ഈക്വൽ ആയിരിക്കും മക്കളെ? ഈ വർക്കിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഹിയർ വർക്ക് ഈസ് ഈക്വൽ 3.98 into 10⁻² ജൂൾ വിച്ച് ഈസ് ഈക്വൽ ടു ദ എനർജി എക്സ്പെൻഡഡ്. എന്തിനു വേണ്ടി? ഒരു ഡ്രോപ്പിൽ നിന്നും 10⁻6 ചെറിയ ഡ്രോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച എനർജി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ വർക്കിന് ഈക്വൽ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായ മക്കളെ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ. ഇന്ന് പഠിപ്പിച്ച ഈ പ്രോബ്ലം നിങ്ങൾ ഇന്ന് തന്നെ നോക്കുക. ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ പ്രോബ്ലം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ മക്കളെ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തിലേക്ക് എത്തിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ പതുക്കെ ഒന്ന് മുകളിലേക്ക് വളരുള്ളൂ. വളരുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടെ വേഗത്തിൽ വളരുള്ളൂ. ഓക്കെ മക്കളെ. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തിലേക്ക് നമ്മളുടെ ചാനൽ ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്യുകയാണ്, ഒരു സന്തോഷമാണ്. ഓക്കെ മക്കളെ. അപ്പോൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മളുടെ വീഡിയോ എത്തിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. അടുത്ത ക്ലാസ് അടുത്ത് തന്നെ കാണാം. അപ്പോൾ നന്ദി.